അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറാണ്. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. അപ്പോൾ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം എഴുതണം. ഒന്നാമത്തെ നോക്കാം. ഐന സമക്കു. ഐന സമക്കു അർത്ഥം എന്താണ്? മീൻ എവിടെ? അപ്പോൾ മീൻ എവിടെയാണ്? ഉത്തരം അസമക്കു ഫിൽ മായി. മീൻ വെള്ളത്തിലാണ്. അസമക്കു ഫിൽ മായി. രണ്ടാമത്തത് മൻ ഹാദ. മൻ ഹാദ ഇത് ആരാണ്? ആരാണ്? ഹാദ ബാസിമുൻ. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇതാരാണ്? ബാസിമാണ്. ഇനി അടുത്തത് ഐനൽ മാഉ. വെള്ളം എവിടെയാണ്? ഉത്തരം അൽ മാഉ ഫിദ്ദൽവി. എവിടെയാണ് വെള്ളം? ബക്കറ്റിലാണ്. ഇനി അവസാനത്ത് മാ ദാലിക. അതെന്താണ്? ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. അതെന്താണ്? എന്താണ് ഉത്തരം? ദാലിക ബാമിയ. അപ്പോൾ അവിടെ ദാലിക ബാമിയ അത് എന്താണ്? വെണ്ടയാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം കമ്മിൽ അൽ ഫറാഗി അൻത അല ഹാദിഹി ഹാദ. അപ്പം ആദ്യം ഒരു കൊട്ടയിൽ കുറച്ച് വാഴപ്പഴം നൽകിയിട്ടുണ്ട്. അപ്പം അവിടെ ഏതാണ് വരിക? അസല്ലത്തി മൗസുൻ. കുട്ടയിൽ എന്നാണ് വരിക അല്ലേ? അപ്പോൾ അവിടെ കൊടുക്കാനുള്ളത് ഫീ ആണ്. കാരണം അൻത അല ഹാദിഹി ഹാദ എന്നാണ് അവിടെ ഉള്ളത്. ഈ അല എന്നുള്ളതിൻ്റെ ഭാഗത്ത് ശരിക്ക് വരേണ്ടത് ഫീ ആണ്. അപ്പം അല എന്നുള്ളത് തെറ്റായിട്ടാണ് അവിടെ നൽകിയത്. അപ്പം നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ഏതാണ്? ഫിസ്സല്ലത്തി മൗസുൻ. ഫി എന്നാണ് അവിടെ നൽകാനുള്ളത്. ഫിസ്സല്ലത്തി മൗസുൻ. കുട്ടയിൽ എന്തുണ്ട്? വാഴപ്പഴമുണ്ട്. ഇനി അതിന് നേരെ അപ്പുറത്തുള്ളത് നോക്കാം. ഡാഷ് ഇബ്നുൻ. അപ്പം അവിടെയുള്ളത് ഏതാണ്? ഇബ്നുൻ എന്നുള്ളതിൻ്റെ നേരെ എടുത്ത് എഴുതാനുള്ളത് അൻത എന്നുള്ളതാണ്. അൻത ആ ഉമ്മ മകനെ ചൂണ്ടി പറയുന്നതാണ്. അൻത ഇബ്നുൻ. നീ കുട്ടിയാണ്, നീ ആൺകുട്ടിയാണ്. ഇനി അടുത്തത് മൂന്നാമത്തത് ഡാഷ് ഹിറത്തുൻ. അവിടെ ഒരു പൂച്ചയുടെ ഫോട്ടോ ആണ് നൽകിയത്. അപ്പോൾ ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ച. അപ്പോൾ അവിടെ ഏതാണ് വരിക? ഹാദിഹി ഹിറത്തുൻ. ഹാദിഹി ഹിറത്തുൻ. ഇത് പൂച്ചയാണ്. ഇനി അടുത്തതൊരു പൂവൻകോഴിയാണ്. ദീക്കുൻ എന്നാണ് എന്ത് പറയുക? പൂവൻകോഴിക്ക് പറയുക. അപ്പോൾ അവിടെ വേണ്ടത് ഹാദ എന്നാണ്. ഹാദ ദീക്കുൻ. ഇത് പൂവൻകോഴിയാണ്. ഇനി അടുത്തത് നുഹരിബു. അറബിയിലാക്കാനാണ് മൂന്നാമത്തെ പ്രവർത്തനം വരുന്നത്. അവിടെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം 6ഉം അറബിയിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഒന്നാമത്തത് നോക്കാം. കഅബ മക്കയിലാണ്. അപ്പോൾ ഈ കഅബ മക്കയിലാണ് എന്നുള്ളത് അറബിയിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? അൽ കഅബത്തു ഫിൽ മക്ക. അൽ കഅബത്തു ഫിൽ മക്ക എന്നാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് കീഷയിൽ പേനയുണ്ട്. കീഷയിൽ പേനയുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതും? ഫിൽ ജൈബി കലമുൻ. ജൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീഷ എന്നാണ് അർത്ഥം. ഫിൽ ജൈബി കലമുൻ. കീശയിൽ പേനയുണ്ട്. മൂന്നാമത്തത് അത് വത്തക്കയാണ്. അത് വത്തക്കയാണെന്ന് എങ്ങനെയാണ് പറയുക? തിൽക്ക ബിത്തിയഹത്തുൻ. തിൽക്ക ബിത്തിയഹത്തുൻ എന്ന് പറഞ്ഞാലാണ് അത് വത്തക്കയാണ്. നാലാമത്തത് ഇത് പൂവാണ്. ഇത് പൂവാണ്. അപ്പം എങ്ങനെ പറയും? ഹാദിഹി സഹ്റത്തുൻ. ഹാദിഹി സഹ്റത്തുൻ എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അഞ്ചാമത്തത് ഞാൻ അണ്ണാനാണ്. ഞാൻ അണ്ണാനാണ് എന്നെങ്ങനെയാണ് പറയുക? അന സിഞ്ചാബുൻ. അന സിഞ്ചാബുൻ. ഇനി ആറാമത്തെ അവസാനത്തെ ഒരു ചോദ്യമാണ് നീ മകളാണ്. അപ്പം നീ മകളാണ് എന്നെങ്ങനെ പറയുക? അൻതി ബിന്തുൻ. അൻതി ബിന്തുൻ എന്നാണ് അവിടെ കൊടുക്കാനുള്ളത്, അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ പ്രവർത്തനം നസ്അലു മിനൽ ആത്തിയ. അപ്പം അവിടെ താഴെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ആ ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ്. അപ്പോൾ ആദ്യത്തേത് കണ്ടല്ലോ, മാ തിൽക്ക അത് എന്താണ്?
ഉത്തരം അവിടെ എഴുതിയിട്ടുണ്ട്. തിൽക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. രണ്ടാമത്തത് അവിടെ അസ്തൂമു ഫിൽ ഇനായി എന്ന് കൊടുത്തിട്ടുണ്ട്. ഉള്ളി കുട്ടയിലാണ് അല്ലേ. അപ്പം അതെങ്ങനെ എഴുതണം? അതിൻ്റെ ചോദ്യം എഴുതണം. ചോദ്യം എങ്ങനെ വരും? അയിന സൂമു, സൂമ് എവിടെയാണ്, അതാണ് അവിടെ എഴുതാനുള്ളത്. മൂന്നാമത്തത് തിൽക്ക തുഫാഹത്തുൻ, തിൽക്ക തുഫാഹത്തുൻ, അത് എന്താണ്? ആപ്പിളാണ് അല്ലേ. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടത്? മാ തിൽക്ക, എന്താണ്? മാ തിൽക്ക, അത് എന്താണ്? മൂന്നാമത്തത് അഥവാ നാലാമത്തതായിട്ട് വരുന്നത് എന്താണ്? ഹാദിഹി ഉഹ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. ഹാദിഹി ഉഹ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പം നമ്മൾ എന്താണ് അതിൽ ചോദ്യം ഉണ്ടാക്കുക? മൻ ഹാദിഹി, അത് മൻ ഹാദിഹി, ഇതാരാണ്? അതിൻ്റെ ഉത്തരമാണ് എന്ത്? ഹാദിഹി ഉഖ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് നുതർജിമു, അർത്ഥം എഴുതാനാണ്. ഒന്നാമത്തത് അന അനാനാസുൻ, അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? അന അനാനാസുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ കൈതച്ചക്കയാണ്. അപ്പം ഞാൻ കൈതച്ചക്കയാണ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തത് ഹാദിഹി ഷജറത്തുൻ, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക? ഇത് മരമാണ്. ഇനി മൂന്നാമത്തത് ഹാദ അഹീ, എന്താണ്? ഹാദ അഹീ, ഇത് എൻ്റെ സഹോദരനാണ്. ഹാദ അഹീ, ഇത് എൻ്റെ സഹോദരനാണ്. ഇനി ആറാമത്തെ ഒരു പ്രവർത്തനം സമ്മിൽ അഷിയ താലിയ, അപ്പോൾ താഴെ ഉള്ളതിൻ്റെ പേരുകൾ ഇങ്ങനെ എഴുതാനാണ്. ഒന്നാമത്തെ എന്താണ്? ബബായ. എന്താണ് രണ്ടാമത്തത്? ബുർത്തുക്കാല് അല്ലേ, താഴെ നാരങ്ങ ബുർത്തുക്കാല്. അടുത്തത് എന്താണ്? അടുത്തത് ഒരു വീടാണ്. ബുർത്തുക്കാലിൻ്റെ നേരെ അടിയിലുള്ള എന്താണ്? ഒരു വീടാണ്. അപ്പോൾ ആ വീടിന് ബൈത്ത്, വീടിന് അറബി എന്താണ്? ബൈത്തുൻ എന്നാണ്. ഇനി അടുത്തത് ഒരു പ്രാവാണ്. പ്രാവിന് പറയുന്നത് ഹമാമ, ഹമാമ എന്നുള്ളതാണ് പ്രാവിന് പറയുക, ഹമാമത്ത്. ഇനി അടുത്തത് ഒരു സൈക്കിളാണ് അല്ലേ. ആ സൈക്കിളിന് പറയുന്ന പേരാണ് എന്ത്? ദറാജത്തുൻ. അവസാനത്തത് മാങ്ങയാണ്. മാങ്ങക്ക് എന്താ പറയുക? എല്ലാവർക്കും അറിയാം അല്ലേ, മാങ്ങക്ക് മാഞ്ച. അപ്പോൾ ഒന്നാമത്തത് ബബായ, 2 ബുർത്തുക്കാല്, 3 ബൈത്ത്, 4 ഹമാമ, 5 ദറാജത്തുൻ, 6 മാഞ്ച. അപ്പോൾ നല്ല രൂപത്തിൽ പഠിക്കുക. നല്ല വിജയം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.